എല്ലാവർക്കും എന്നോട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തലയെല്ലാം ഇങ്ങനെ കിടക്കണം. നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് കുറേ കറങ്ങി അടിച്ച് വന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കണ്ടേ. നിങ്ങളുടെ വീട്ടിൽ എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും ഫുഡൊക്കെ ആയോ? കഴിക്കാറായോ? ഞാനിന്ന് വന്ന് തട്ടിക്കൂട്ടി ഓരോന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ സമയം പോയി. അപ്പം ഞാൻ കാണിക്കാം എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിനെ. ഇപ്പോൾ തന്നെ കപ്പ മേടിച്ചോണം. ഒരുപാട് നാളായി കപ്പ. അപ്പോൾ എനിക്ക് കപ്പ മേടിച്ചോണ്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ കപ്പയും ബീഫുമാണ് ഞാനിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. കാണിക്കാം. ഞാൻ പാൽക്കപ്പയാണിന്ന് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള പാൽക്കപ്പ. പാൽക്കപ്പ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവത്തില്ല. മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും പാൽക്കപ്പ. അപ്പം ഞാൻ ഇന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് പാൽക്കപ്പയുടെ. പിന്നെ അതാ ഞാനിവിടെ ബീഫ് കറിയാണ് വെച്ചത്. ബീഫ് എനിക്ക് നല്ല വെന്തിട്ട് വേണം കറി വയ്ക്കുന്ന ഇഷ്ടം. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് ബീഫ്. ഇങ്ങനെ കടിക്കാൻ കിട്ടിയാൽ എനിക്കിഷ്ടമല്ല. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പ ആയതുകൊണ്ട് ഇച്ചിരി ചാറ് കൂട്ടി ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ വെച്ച കുറച്ച് ബിരിയാണി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ചൂടാക്കി മാറ്റി വെച്ച് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ ഞാൻ പാലട പായസം ഉണ്ടാക്കി. ഇന്നലെ അച്ഛയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാത്രിയായിരുന്നു കേക്ക് മുറിച്ച്. ആ സമയത്ത് പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ എന്തായാലും പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പായസം ഉണ്ടാക്കി വെച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട്ടു വിശേഷം. സൺഡേ ആയിട്ട് അപ്പോൾ പാൽക്കപ്പയും ബീഫും ഒക്കെ ഇട്ടൊന്ന് കഴിക്കട്ടെ. പാൽക്കപ്പ, നല്ല ബീഫ് കറി. അമ്മേ, എന്നാ ഒരു കോമ്പിനേഷനാണെന്നറിയാമോ ഇത്? ഇങ്ങനെ എടുത്ത് പാൽക്കപ്പയും ബീഫും ഇങ്ങനെ എടുത്ത് കഴിക്കട്ടെ. രക്ഷയില്ല പൊണ്ണോ. നിർത്താൻ തോന്നില്ല. അമ്മതൊരു ടേസ്റ്റ്. അപ്പം ഞാൻ കുഴച്ചടിക്കട്ടെ. നിങ്ങളും ചെന്ന് ഫുഡൊക്കെ കഴിക്കുക, കൊതിപ്പിക്കട്ടെ. ഇപ്പോൾ പാൽക്കപ്പ കഴിച്ചോണ്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം.